ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, ഇതുവരെയും നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. കുട്ടികൾക്കൊഴിച്ച് എല്ലാവർക്കും ഈ റീഡിംഗ് കാണാവുന്നതാണ്. അവരുടെ സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവണം, അത്രമാത്രം മതി. വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ? വലിയ കാർഡ്സ് ആയതുകൊണ്ട് കയ്യിൽ ഒതുങ്ങത്തില്ല. എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? Ace of Wands, Unity, the Magician, Three of Cups. Ten of Wands. The Wheel of Fortune. Three of Wands. King of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് സോർട്സ് ആണ്. കാരണം ഇവിടെ നിങ്ങൾ എന്തോ പ്രതിസന്ധിയിലാണ്. എന്ത് വേണം, ഏത് വേണം, സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ഒരു സംശയത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് നമുക്ക് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് കൂടെ എടുക്കാവേ. ഏഞ്ചൽസിന് എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ളത്? ഫുൾ മൂൺ എനർജിയാണ് ഇന്ന്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം ഏഞ്ചൽസിന് എന്താണ് മെസ്സേജ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് നോക്കാം. നമുക്ക് പിന്നീട് റീഡ് ചെയ്യാവേ. അപ്പോൾ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ടു ഓഫ് സോർട്സ് ആണെന്ന്. ടു ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മൈൻഡാണ് നിങ്ങളുടേത്. എങ്ങനെ വേണം മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ്, എന്തോ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു ചില കാര്യങ്ങളെക്കുറിച്ച്, അത്രയേ ഉള്ളൂ. അത് പിന്നീട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പിടികിട്ടുന്നതാണ്. ഇവിടെ ഏസ് ഓഫ് വാൻസ് ആണ്. ചിലപ്പോൾ ഈ ഒരു കാര്യത്തിലായിരിക്കാം നിങ്ങൾ എന്തോ തുടങ്ങാൻ പോകുന്നുണ്ട്, എന്തോ ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനുള്ള കമ്പ് ചിലപ്പോൾ ചിലർ നാട്ടിയിട്ടുണ്ടാവും. അതിനുള്ള ഒരു പ്രോഗ്രസിനെ കുറിച്ചുള്ള ചിന്തയാവാം. അല്ല എങ്കിൽ അത് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകളിൽ ആണ്ടിരിക്കുന്നു. അത് തുടങ്ങാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ തുടക്കം കുറിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയതായിട്ടൊരു കാര്യം, ചിലപ്പോൾ വീടിന് ഫൗണ്ടേഷൻ ഇടാനുള്ളതായിരിക്കാം, ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കാം, ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്ന അതിനെക്കുറിച്ച് ആലോചിക്കുകയാവാം.
അങ്ങനെ പല കാര്യങ്ങളും തുടക്കത്തിനുള്ള ഒരു ശ്രമമാണ്. തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ കമ്പ് നാട്ടി കഴിഞ്ഞു, പിന്നീട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ക്ഷേത്ര പണികളായിരിക്കാം, വീട്ടിൽ തന്നെയുള്ള കുടുംബക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മുന്നിട്ടിറങ്ങാനും അതിലെന്തെങ്കിലുമൊക്കെ തുടങ്ങി വയ്ക്കാനുമുള്ള ആഗ്രഹമുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ചെറിയ ഷോപ്പുകൾ തുടങ്ങാം. അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി ഷോപ്പുകളാവാം, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ സംരംഭങ്ങൾ, വീട്ടിലൂണോ അല്ലെങ്കിൽ ചില പശുവിനെ വളർത്തുക അല്ലെങ്കിൽ കോഴി വളർത്തുക, അങ്ങനെയൊക്കെ ചില സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങൾക്കൊരു വിജയമാണ് വരാൻ പോകുന്നത് എന്നും കാണിക്കുന്നു. വൺസ് ഓഫ് എയർ സൈനാണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ അടുത്തതായിട്ട് യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വേൾഡ് ആയിരിക്കണം വന്നത്. നമ്മൾ ഒന്നാണ് എന്ന് കാണിക്കുകയാണ്. നമ്മൾ ഈ ഒരു വൃത്തത്തിൽ നമുക്ക് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അത് നമ്മൾ ഒന്നായിട്ട് കഴിയുന്ന ഒരു കുടുംബം, സന്തോഷകരമായ ഒരു കുടുംബത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കുടുംബം സന്തോഷകരമാണ്, ഫാമിലി സന്തോഷമായിട്ട് കഴിയുന്ന ഒരു എനർജി. അതുപോലെ നിങ്ങൾക്കും വളരെയധികം സന്തോഷത്തോടു കൂടി കഴിയാനുള്ള, ഐക്യത്തോടു കൂടി കഴിയാനുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. അതായത് വിട്ടു പിരിഞ്ഞു പോയവർ തിരിച്ചെത്തുക, അവിടെ നിങ്ങൾ ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി. അവിടെ സന്തോഷമാണ്. ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. മനസ്സിലായില്ലേ? അവിടെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ മജീഷ്യൻ്റെ എനർജി ഇവിടെയുണ്ട്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്ക് തന്നെ നടക്കാൻ പോകുന്നുണ്ട്. ഈ മാജിക്കിലൂടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കാൻ പോകുന്നു. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിലും പുറപ്പെടാവുന്നതാണ്, തുടക്കം കുറിക്കാവുന്നതാണ്. ലൈഫിലൊരു തുടക്കമാണ് വരാൻ പോകുന്നത്. ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആ സോൾമേറ്റുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം. കണ്ടില്ല, ഇവിടെ 3 of Cups വന്നിട്ടുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ വേറെയും വരുന്നുണ്ട് ഇവിടെ കണക്ഷൻ. രണ്ടുപേരുള്ളിടത്ത് മറ്റൊരാളും കൂടെ വന്നിട്ട് ആകെപ്പാടെ അടിപിടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു സന്തോഷകരമായ എനർജി അവിടെ നഷ്ടപ്പെട്ടു അല്ലേ? രണ്ടുപേർ സമൃദ്ധിയിൽ കഴിയുന്നു, സന്തോഷകരമായി ലൈഫ് നയിച്ചു കൊണ്ടുപോകുന്നു. അതിനിടയിൽ മൂന്നാമതൊരാൾ വന്നിട്ട് ഈ ഒരു സമൃദ്ധി കണ്ടിട്ട് ഇവിടെ ആകെപ്പാടെ അലങ്കോലം ഉണ്ടാക്കാനുള്ള ശ്രമം, കുശുമ്പ, അസൂയ, ഇതെല്ലാം ഏഷണി പിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ എന്താണ്, ഈ ഒരു ലൈഫിൽ ഇവിടെ ആകെപ്പാടെ സന്തോഷം താറുമാറായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. 3 of Cups വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ മജീഷ്യൻ്റെ എനർജി കൊണ്ടുവരുന്നത് എന്താണ്, ഏത് കാര്യത്തിലും സക്സസ് ആണ് മജീഷ്യൻ കൊണ്ടുവരുന്നത്. മജീഷ്യൻ ഹാർഡ് വർക്ക് ചെയ്ത് നേടാത്ത ഒരു വിജയമില്ല. ഇവിടെ മജീഷ്യൻ കൊണ്ടുവരുന്നത് എന്താണ്, സോൾമേറ്റ് കണക്ഷനെയാണ്, ആത്മമിത്രത്തെയാണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആക്കാൻ കൊണ്ടുവരുന്നത്. അതുപോലെ നല്ല ഒരു ലൈഫിലേക്കുള്ള തുടക്കം ഇവിടെ പറയുന്നുണ്ട്. അതുവഴി സന്തോഷം, ഹാപ്പിനെസ് വരുന്നു, സക്സസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ 10 of Wands വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എന്താണ് 10 of Wands എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഒരുപാട് ഭാരം ചുമന്നു, തീർച്ചയായിട്ടും ഒരുപാട് പണികൾ എടുത്തു. കണ്ടില്ലേ, ഇവിടെ ഒത്തിരി പണി ചെയ്തിട്ടുണ്ട്. ഈ ഒരു പണി ചെയ്തത് ഇനി തീരാറായി ഇവിടെ. കാരണം ആ ഒരു ഭാരം ഇനി സഹിക്കാൻ വയ്യ, അതിവിടെ താഴെ വയ്ക്കാറായി. നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കം വരികയാണ്. മറ്റൊരു ജോലിയിലേക്ക് നിങ്ങൾ പോകുന്നു, മറ്റൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ എനർജിയിൽ നിങ്ങൾ പുതിയൊരു തുടക്കം, ഏറ്റവും നല്ലതാണ്, പുതിയൊരു തുടക്കത്തിലേക്ക് മാറുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങൾ, ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇത്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെയും 10, ഇവിടെ തുടക്കമാണ്. ഇവിടെയും അനുഗ്രഹങ്ങളുടെ തുടക്കമാണ് ഇവിടെയും വരുന്നത്, ഭാഗ്യങ്ങളുടെ തുടക്കം. ഒരുപാട് ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഭാഗ്യത്തിൻ്റെ ചക്രം ഉരുണ്ട് കറങ്ങുകയാണ് മുന്നോട്ട് 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 എന്ന് പറയുമ്പോൾ എന്താണ്, സക്സസ്സിലേക്കാണ് പോകുന്നത്. അപ്രതീക്ഷിതമായ ഒരുപാട് കാര്യങ്ങളിൽ സക്സസ്, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്ന എനർജിയാണ്. അതിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഇവിടെ തുടക്കം കണ്ടില്ലേ? ഈ ഒരു ലൈഫിൽ ഒത്തിരി ബുദ്ധിമുട്ടി നിങ്ങൾ ഈ ജീവിതം അവസാനിപ്പിക്കാറായി, ജീവിതത്തിലെ ഭാരം തീർത്ത് വയ്ക്കാറായി. എന്നാൽ നല്ലൊരു സമയം നിങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ജോലി. വേറെ ആരും കുടുംബഭാരം ഏൽക്കാനില്ല, നിങ്ങളുടെ ചുമലിലാണ് എല്ലാ ഭാരങ്ങളും കൂടെ. അപ്പോൾ ആ ഒരു ഭാരം ഇവിടെ താഴെ വയ്ക്കാറായി. അത് നിങ്ങൾക്കൊരു നല്ല സമയമല്ലേ വരുന്നത്. അവിടെ നിങ്ങൾക്ക് പുതിയ തുടക്കം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള സമയം, അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് നിങ്ങളിലേക്ക്.
3 ഓഫ് വാൻസ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ നിങ്ങളെ തേടി ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയോ കാത്തിരിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ കാത്തിരിപ്പുകൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ. ഇവിടെ കിങ് ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സമൂഹത്തിൽ നല്ല ഉന്നത പദവിയിലെത്താനുള്ളത്, എന്തിനേയും കൈപ്പിടിയിലാക്കാം, എല്ലാ കാര്യങ്ങളെയും കൈപ്പിടിയിലാക്കാം, എന്നിട്ട് ഉയർന്ന നിലയിൽ ഇരിക്കാനുള്ള യോഗ്യത. സമൂഹത്തിൽ എല്ലാവരും ആദരിക്കുന്നത്, എല്ലാവരും ഒന്ന് പേടിച്ച് പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. പേടിച്ച് പോകുക എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവരും നിങ്ങളെ ഒന്ന് ബഹുമാനിക്കുന്ന അവസ്ഥ, അതാണ് ഉദ്ദേശിച്ചത് ഇവിടെ. മനസ്സിലായില്ല? അത്തരം നല്ല ഒരു പദവിയിലേക്ക് നിങ്ങളിവിടെ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ചുറ്റും സമൃദ്ധി വരുന്നുണ്ട്, ഐശ്വര്യം നിങ്ങൾക്ക് ചുറ്റും വരുന്നതായിട്ട് കാണുന്നു. ഇവിടെ കാത്തിരിക്കുന്നവർ വരുന്നതാണ് എനർജി ഇവിടെ, കണ്ടില്ലേ? ഏതോ വ്യക്തിക്ക് വേണ്ടി ഇവിടെ കാത്തിരിപ്പ് നടത്തുന്നുണ്ട്. ഏതോ വ്യക്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിന് വേണ്ടിയോ മെസ്സേജ് കാളൊക്കെ വരാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അത് ഇവിടെ എത്ര ദൂരത്തു നിന്നായാലും അത് നിങ്ങൾക്കിവിടെ സംഭവിക്കാൻ പോകുന്നു. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടില്ലേ? നിങ്ങൾ ഇന്ന് റീഡിങ് കാണുന്ന ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന എനർജിയാണ്. വളരെ സന്തോഷത്തിൻ്റെതായ എനർജി, മജിഷ്യൻ്റെ എനർജി കൊണ്ടുവന്നിരിക്കുന്നത് അതുതന്നെയാണ്, സന്തോഷത്തിൻ്റെതായ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്ന എനർജി. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിനെ ഇവിടെ കടന്നു പോകും എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് ഹെൽപ്പ് വേണോ, മറ്റുള്ളവരോട് അത് ചോദിക്കാം. ആ ആൾക്കാർ എങ്ങനെ നല്ലവരാണോ എന്ന് ചിന്തിച്ച് വേണം ചോദിക്കാൻ. അത്രമാത്രം ആലോചിക്കണം കേട്ടോ. അല്ലാതെ എല്ലാവരോടും ഓടിച്ചെന്നൊരു ഹെൽപ്പിങ് താന്ന് പറഞ്ഞ് ചോദിക്കുന്നതല്ലല്ലോ ഒരു മര്യാദ. അപ്പോൾ അങ്ങനെ ചോദിക്കാനും പാടില്ല. അതുകൊണ്ട് നല്ല വ്യക്തികളോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? നല്ല വ്യക്തികളെന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളായിരിക്കണം. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളൊരു നിസ്സഹായ അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണ്, വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, അടുത്തതായിട്ടൊരു കുറച്ച് ആഴ്ചകൾക്കകം നിങ്ങളിൽ പലർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് എന്നിവിടെ കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യം എന്തൊക്കെയാണ്? നിങ്ങൾ കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, ഡിവൈൻ ബ്ലെസ്സിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം, സന്തോഷകരമായൊരു ഫാമിലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ അത്തരത്തിലുള്ള ഒരുപാട് എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് സാധിക്കാൻ പോകുന്നത്, കുറച്ച് ആഴ്ചകൾക്കകം നിങ്ങൾക്ക് സാധിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാവാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ്. വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നോക്കി നിൽക്കുന്ന എനർജി ഇവിടെയുണ്ട്. ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇവിടെ അത്രമാത്രം സന്തോഷകരമായ ഒരു അവസ്ഥ കുറച്ച് ആഴ്ചകൾക്കകം അടുത്ത് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു എനർജി കണക്റ്റ് ആവുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നെങ്കിൽ വെച്ചാൽ അത് പോകുന്നതാണ്. മനസ്സിലായില്ലേ? കാരണം ഇവിടെ ഫീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത്. യെസ്, ശരിയാണ് പറഞ്ഞത്. അതെ, നിങ്ങൾക്കിതെല്ലാം അനുഭവിക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് കണ്ടില്ലേ? ഇവിടെ ബ്ലെസ്സിങ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്, അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മാലാഖമാരുടെ അനുഗ്രഹം, ഏഞ്ചൽസിൻ്റെ അനുഗ്രഹം, അതെന്താണ്? പ്യുവറാണ്. ഏഞ്ചൽസിന് ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരുടെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ കഴിയും. അവരുടെ ഉപദേശങ്ങളെ അവരുമായിട്ട് കണക്റ്റ് ആവാൻ സാധിക്കുന്നുണ്ട്, ഹയർ സെൽഫുമായിട്ട്. കാരണം ഇവരുടെ ഏഞ്ചൽസിൻ്റെ സോളെന്ന് പറയുന്നത് എന്താണ്? വളരെ പ്യുവറാണ്, പരിശുദ്ധമാണ്, വളരെയധികം പരിശുദ്ധമാണ്. ഞാനതിൽ നിങ്ങളോടും പറയുന്നത്, നിങ്ങളുടെ സോളിനെ പരിശുദ്ധമാക്കി വെക്കൂ, പോസിറ്റീവ് എനർജി അങ്ങോട്ട് കൊടുക്കൂ എന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു മാറ്റം വരണം, വരാതെ നിങ്ങളുടെ സോളിനും മാറ്റം വരില്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ അറിയണം നിങ്ങളുടെ സോളിനെ. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങും.
എങ്ങനെയാ പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം. ഓക്സിജനെ ഇങ്ങോട്ട് സ്വീകരിക്കണം, കാർബൺ ഡൈ ഓക്സൈഡിന് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്ത് തള്ളണം. അപ്പോൾ ഈ ഒരു ഓക്സിജനാണ് നിങ്ങളുടെ സോളിൻ്റെ ആഹാരം എന്ന് പറയുന്നത്, സോളിൽ സ്വീകരിച്ച സന്തോഷം ആകുന്നത്. അത് നിങ്ങൾക്കും പ്രദാനം നിങ്ങൾക്കും നല്ല എനർജി പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നിങ്ങളുടെ സോളിനെ പ്യുവറാക്കുന്നത്. ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല വ്യത്യാസമുണ്ടാവും. അതിനാണ് നിങ്ങളോട് ഞാൻ എന്നും പറയുന്നത്, മെഡിറ്റേഷൻ ചെയ്യൂ എന്ന്. മനസ്സിലായില്ലേ? നല്ല എനർജി ലഭിക്കാൻ വേണ്ടിയാണ്. ടോക്സിക്കായിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറന്തള്ളാൻ പറ്റും, ഇരുട്ടിനെ പുറന്തള്ളാൻ പറ്റും, പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടാൻ സാധിക്കും. ആ പ്രകാശം ഉള്ളിലേക്ക് വരുമ്പോഴാണ് എന്താ സോള് പ്യുവറാവുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ പ്രതീക്ഷകൾ പൂവണിയുന്നു നിങ്ങളുടേത്, ആഗ്രഹങ്ങൾ നിങ്ങളുടെ സഫലമാകുന്ന എനർജി. ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അബണ്ടൻസ്. പിന്നെ എന്താ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? അബണ്ടൻസ് നിങ്ങളിലേക്ക് വരും. കണ്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ എന്താണ്? അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്, സമൃദ്ധി വരാൻ പോകുന്നുണ്ട്. എന്തിൻ്റെ സമൃദ്ധി ആയാലും, സാമ്പത്തികമായാലും, അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും സമൃദ്ധി. ഇവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട്, 7 ചക്രാസിൻ്റെ ഹീലിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ? ക്രൗൺ ചക്ര മുതൽ താഴോട്ട് ചക്രാസിൻ്റെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ്? അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതാണ് ഇവിടെ പറയുന്നത്. ഏഞ്ചൽസ് പറയുന്നത് അങ്ങനെയാണ്, അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ചക്രാസിനെ ആക്റ്റീവ് ആക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ് പലർക്കും പല കാര്യങ്ങളും തുടങ്ങാൻ. ഇവിടെ റെയിൻബോ കണ്ടില്ലേ? ഈ റെയിൻബോ കാണുക, നമ്പേഴ്സ് കാണുക, ഇതൊക്കെ എന്താണ് പറയുന്നത്? നിങ്ങളിലേക്ക് നല്ലത് വരുന്നുണ്ട്, നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്നു, സഫലമാകുന്ന എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. കണ്ടില്ലേ? കറക്റ്റായിട്ടുള്ള ടൈമിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വളരെ നല്ല എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ലുക്ക് ഫോർ എ സൈൻ. കണ്ടില്ലേ? ഇവിടെ ഞാൻ പറയാറുണ്ടല്ലോ, ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്തെങ്കിലും അടയാളം നിങ്ങളുടെ ശരീരത്തെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രകൃതിയിൽ ഇറങ്ങുമ്പോൾ പല എനർജീസുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവും. എന്താണ്? ചിലപ്പോൾ തൂവലുകൾ മുകളിൽ നിന്നും ദേഹത്തെ കൂടെ ഉരസി താഴേക്ക് വിടാം, അല്ലെങ്കിൽ നമ്പറുകൾ കാണാം, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് ചുറ്റും പറക്കുന്നത് കാണാം, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കാണാം. ഇതൊക്കെയാണ് ലുക്ക് ഫോർ എ സൈൻ. റെയിൻബോസ് കാണാം. ഇതൊക്കെയും എന്താണ്? നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാകാൻ പോകുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഈ ഒരു അടയാളങ്ങൾ കാണാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ നടക്കുമ്പോൾ ദേഹത്തോട് ഉരസിക്കൊണ്ട് തൂവലുകൾ താഴേക്ക് വീഴുന്നത് കാണാൻ പറ്റും, അല്ലേ? അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ പക്ഷിത്തൂവലുകൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ചില ഒരുപാട് പ്രാവും കൂട്ടത്തിൻ്റെയൊക്കെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് തൂവൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ ദേഹത്തൂടെ ഉരസി, അല്ലെങ്കിൽ ദേഹത്ത് ഉരസിയില്ലെങ്കിലും താഴെ കാണുന്നത് മുന്നിൽ കാണാൻ സാധിക്കും നല്ല ഒരു ഫെദർ, നല്ലൊരു തൂവൽ. അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് വളരെയധികം ശുഭപ്രതീക്ഷകൾ നൽകുന്നു. അപ്രതീക്ഷിതമായ റെയിൻബോ കാണുക. മനസ്സിലായി? അപ്രതീക്ഷിതമായ ചില നമ്പറുകൾ എല്ലാ ദിവസവും അതേ സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് കാണുക. അതാണ്. ഇതൊക്കെ കാണുക. നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷകൾ തരുന്ന ഒരു എനർജിയാണ്. ഇത്തരത്തിൽ നല്ല എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആകുന്നു. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കുക. ഏഞ്ചൽസിൻ്റെ മെസ്സേജൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. ഫോർഗിവ്നെസ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഇത് പറയുക. ഓർത്തിരിക്കണം, നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് ഹാപ്പിനെസ് വരൂ, സന്തോഷം നിറഞ്ഞു നിൽക്കും നിങ്ങളുടെ ഹൃദയത്തിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ്. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.